കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നും കല്യാണങ്ങൾ ധാരാളമായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിഴക്കേ നടയിലേക്ക് വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ജുളാൽ കാണാം. മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും ഭഗവാന്റെ വാഹനമായ ഗരുഡനെയും അതേപോലെ ഭഗവാന്റെ സതീർത്ഥ്യനായ കുചേലനെയും സുധാമാവായ കുചേലനെയും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തുക. അവിടെ വന്നിട്ടൊന്ന് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വന്ന് നേരെ നമ്മൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുക. വാതിലിൻ്റെ പടി കയറുമ്പോൾ ഇടതുവശത്ത് മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വലതേ വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നിറയെ പ്രകാശം. ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള കളഭം കൊണ്ടുള്ള അലങ്കാരം കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, അത് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. കുറച്ച് വലിയ രൂപത്തിലാണ് തോന്നുന്നു. മുണ്ട് അതായത് പാളത്താറ് പോലെ ഉടുത്തിട്ടുണ്ട്. വലിയ ഗോപന്മാരൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛനെ പോലെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഉടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ശരിക്കും നന്ദഗോപുരം മാതിരി തന്നെ ഒരു ഇടക്കെട്ടും കെട്ടിയിട്ടുണ്ട്. വയലറ്റ് കളറുള്ള ഒരു പട്ട കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയൊരാളെ പോലെ ആയിട്ട്, അതായത് ഉണ്ണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ആളായി എന്നല്ലേ, അതേപോലെയാണ്. പിന്നെ 3 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവ്, പിന്നെ തെച്ചി തുളസിയായിട്ടുള്ളത്, അതേപോലെ തന്നെ ഉണ്ടമാല, ഒരു ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ താമരയും, ചുവന്ന താമരയും തെച്ചിപ്പൂവും, അത് നല്ല എടുത്ത് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണുകയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അഗ്നികോളിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളി ആലിലക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് തൊഴാനായിട്ട് പോയാൽ അവിടെയും നല്ല രസമായിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്, കളഭാലങ്കാരമായിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് ഓദിക്കേൻ്റെ അടുത്തുനിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ അതറിയാം മാലകളുണ്ട്. താമരമാലകൾ ചാർത്തിയിട്ടുണ്ട്, ചെണ്ടുമല്ലിമാല ഉണ്ട്, അതേപോലെ മുകളിൽ വിധാനമായിട്ട് തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമി എടുത്തു വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് കുങ്കുമല്ല, മാലകൾ 2 ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാം നമുക്ക്. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്ഭടത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതിങ്ങനെ നല്ല തിളക്ക വെയിലല്ലേ. പിന്നെ അവിടുന്ന് മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറിയും കടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തെത്തുമ്പോൾ കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിന് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഗോളക തന്നെയാണ്. പിന്നെ താഴത്ത് ചുവന്ന പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ പച്ച പട്ടുണ്ട്. പിന്നെ ധാരാളം ആഭരണങ്ങളുണ്ട്, ധാരാളം മാലകളുണ്ട്. അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ചെറിയ വലിയ ഉണ്ണിയെ കാണാം. അതായത് ഞാൻ വലിയ ആളായി എന്ന് കാണിച്ച് നിൽക്കുന്ന ഉണ്ണീനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമി അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നല്ല പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, മാലകളുണ്ട്, ധാരാളം നെക്ലസ് മാലകൾ, ധാരാളം പൂക്കളുണ്ട്. അപ്പം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ നടയിലെത്തിയ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നമ്മൾ നേരെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ വീണ്ടും ഭഗവതി നടയിലും കിഴക്കേ നടയിലൊക്കെ വരാം. അത് കഴിഞ്ഞ് നേരെ തെക്കേ നടയിലെത്തി കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.